ആദ്യം തന്നെ നമസ്കാരം കേട്ടോ. നമസ്കാരം. എടോ ഇത് പ്രാന്താശുപത്രി അല്ല. നമസ്കാരം ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല പറയേണ്ടത്. എന്റെ പൊന്ന് സാറേ അങ്ങനെ പറയണമെന്നുണ്ട്. പിന്നെന്താ? പക്ഷെ 2 ആഴ്ചയായിട്ട് എന്റെ കൈ ഒരേ ഇരിപ്പാണ്. താഴുന്നില്ല, നിവരുന്നില്ല, ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. അത് ശരി, കൈ താഴുന്നില്ല, അതാണ് കംപ്ലൈന്റ്. വേറെ വല്ല ഡോക്ടർമാരെ കാണിച്ചോ? പിന്നെ കാണിച്ചു. ആരെ കാണിച്ചു? ഇതിന്റെ അപ്പുറത്തെ രാഘവൻ ഡോക്ടറെ. രാഘവൻ ഡോക്ടറെ കാണിച്ചല്ലേ? അയാള് വല്ല മണ്ടത്തരവും പറഞ്ഞു. എന്ത് പറഞ്ഞു? സാറിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. കൈ താഴുന്നില്ല അല്ലേ? കൈ താഴുന്നില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെ ശരിയാക്കാം. വളരെ ഉപകാരമാണ്. ഡോക്ടർ ഫൽഗുൺ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എന്റെ മസിലോട്ടെ ഞാൻ പറഞ്ഞില്ല, പുറകെ വരും. ഇവിടെ വിട്ടെന്ന് പറയലും പുറകെ വരും. അതെടുത്ത കൈയല്ലേ? അതെടുത്ത കൈ താത്ത മതി. ഓക്കെ, അതേ പറഞ്ഞ കണ്ട ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, ഒറ്റ കൈ, ഒറ്റ ഇത് ചിലപ്പോ നടക്കൂല്ലേ. അങ്ങനെ അങ്ങോട്ട് മനഃപൂർവ്വം അറിയാണ്ട് പറ്റിപ്പോയി. സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ലേ. സത്യമായിട്ട് അമ്മ ഒരു പണി ചെയ്താൽ മതി. തൽക്കാലം മരുന്നും ഇഞ്ചക്ഷനും ഗുളിയോ ഒന്നും വേണ്ട. അല്ലാതെ താത്ത റെഡി ആണല്ലോ. പിന്നെ എങ്ങനെയെങ്കിലും താത്ത കിട്ടിയ അടക്കടോ. റെഡി 1 2 3. എന്ത് വൃത്തിയൊക്കെ പരിപാടിയാണ് കാണിച്ചത്. നാണം കിട്ട പരിപാടിയല്ലേ. എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഒരു രോഗിയുടെ ഉടുതുണി അങ്ങനെ സംസാരിക്കില്ലേ. സോറി സാറേ, അറിയാണ്ട് പറ്റി. അറിയാണ്ട് പറഞ്ഞു. കുഴപ്പമില്ല, സാരമില്ല. സന്തോഷമായല്ലോ. സന്തോഷമായി. ഫീസ് തന്നിട്ട് വേഗം പോയിക്കോ. ഫീസ് തന്നിട്ട് വേഗം പോയിക്കോളാൻ. സോറി സാർ, വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കൈ ഇങ്ങനെ ഇരുന്ന കാരണം ഫീസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഓസിന് താത്തിട്ട് പോവാന്ന് വിചാരിച്ചു വന്നാ. എന്താ കുഞ്ഞിക്കൂനായിട്ട് പോട്ടാ. ഇത് നിവർത്തണമെങ്കിൽ ആധാരമായിട്ട് വൈകുന്നേരം വീട്ടിൽ വാ. ബ്യൂട്ടി പാർലർ ആയിരുന്നല്ലേ എന്നോട് വിളിച്ച അങ്ങനെ. Come on, next. കടന്നു വരൂ. ഡോക്ടർ, ഞാൻ ചെറിയൊരു പ്രശ്നമായിട്ട് വന്നതാ. ചെറിയ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു, അതെല്ലാം ഞാൻ തീർത്തേ. ഞാനേ വിവാഹം കഴിച്ചിട്ടെ 10 വർഷമായി. അതിനെന്താ? എനിക്കിങ്ങനെ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ 10 കുട്ടികളുണ്ട്. 10 കുട്ടികളോ? 10 വർഷമായി. 10 വർഷമായിട്ട് 10 കുട്ടികൾ. ഇങ്ങനെ ഓരോ കൊല്ലം തോറും പിള്ളേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതല്ലേ? മരുന്ന് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. വേണ്ടേ? ഒന്നും വേണ്ട. നിസ്സാര ഒരു കാര്യം ചെയ്താൽ താനൊരു 3-4 മാസം ലീവ് എടുത്തേ. അതായത് വീട്ടിൽ നിന്ന് മാറി വല്ല ഗൾഫിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി നിന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടോ? 3-4 മാസോ? കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ആഴ്ച ഞാൻ അമേരിക്കയിൽ പോയതാ. 10 വർഷം കഴിഞ്ഞാ വരുന്നത്. നീ ആരെ കണി കൊണ്ട് നടങ്ങോട് കയറി പോന്നെ? ചാലക്കുടി ചന്തക്ക് പോകുമ്പോ പെണ്ണിനെ കണ്ട മീൻകാരത്തിനൊക്കെ കണി കൊണ്ടാണ് രാവിലെ എന്നെ കാണാൻ വന്നല്ലേ? സത്യത്തിൽ എന്താ നിന്റെ അസുഖം? ഒരു പെൺപടി വഴിയെ നടന്നു പോയ തൽക്കാലം പാട്ടും കൂത്തൊക്കെ അവിടെ നിർത്ത്. ഒറ്റയടിക്ക് ഞാനിത് മാറ്റിത്തരാം. സിസ്റ്റർ കുഞ്ഞലേ. ഡോക്ടർ. Come on. കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. എന്റെ ഹോസ്പിറ്റലിൽ ജോലിയുള്ള പെണ്ണുങ്ങളുടെ നേരെ കൊടയല്ലേ അവിടെ നില്ലേ നിങ്ങൾ? നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? കണ്ണിമക പ്രായത്തിൽ ഇവളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പഴമാകട്ടെന്ന് എന്റെ പുന്നാരെ ഞാൻ പഴമാകട്ടെന്ന്. മര്യാദക്ക് അല്ലെങ്കിൽ ചോറ്റാനികളെ കൊണ്ട് ആണിയടിക്കുന്നേ. സിസ്റ്റർ കുഞ്ഞേലേ. ഇയാൾക്കൊരു കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോപ്രോഡിക്സ് ഇഞ്ചക്ഷൻ. നമ്മുടെ പഴയ കുത്ത് ആഞ്ഞു കുത്തി ചവിട്ടി ഊരു. ഡോക്ടറെ, എന്തോ ഇതിന് മൊനയില്ലല്ലോ? മൊനയില്ല. ഇങ്ങോട്ട് കൊണ്ട. സർക്കാർ ആശുപത്രിയിലെ നേഴ്സാണ്. വെറുതെ ഇരിക്കുമ്പോ ഇതിനൊക്കെ മൊനവാക്കാൻ പാടില്ല. എവിടെ അടിപൊളി മൊനയാണ്. ഒടിച്ചു കളയരുത്. പിടിച്ചോ. അവന്റെ കോതമംഗലത്തിന് കൊടുക്ക്. തിരിഞ്ഞില്ലടാ. പെരുമ്പാവൂർ വഴി വിട്ടോട്ടാ. പെരുമ്പാവൂർ വഴി പോന്നെ. കോതമംഗലം എന്നെ കുത്തരുത് കേട്ടോ. ഒടുക്കത്തെ വിഷമാണത്. റെഡി 1 2 3 കൊണ്ടുവാ. അടിപൊളി കുത്ത്. അയ്യോ, ഇപ്പോൾ എന്ത് തോന്നുന്നു? തന്തോയം 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 തന്തോയം
കിട്ടുന്നു തടവ്. വൃത്തികെട്ടവനെ. എന്ത് വൃത്തിയാണ് നീ ആ പാവപ്പെട്ട പെങ്കുച്ചിനെ നോക്കി പറഞ്ഞത്? എടാ മാന്യ മര്യാദയ്ക്ക് പെമ്പിള്ളേർക്ക് എന്റെ ആശുപത്രിയിൽ ജോലി ജീവിക്കാൻ പറഞ്ഞ എന്ത് പോക്കിട്ടിലോട് ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ? ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്, പോലീസിനെ വിളിക്കുന്നേ. ഇറങ്ങി പോടാവർത്ത്, പോടാവർത്ത്. സിസ്റ്റർ കുഞ്ഞേലി, ഞാൻ പോയിട്ട് വരാം. ചേട്ടാ വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ എന്റെ പരാതി തീരുള്ള. ഞാൻ കുടിക്കണ കഞ്ഞില്ലെന്തിന് കല്ലിടലക്കണ് കൊച്ചേട്ടാ, കയ്യിലിരിക്കണ കല്ലം പരിപ്പേടി കലത്തിൽ വേവൂല, ഈ കലത്തിൽ വേവൂല. ഞാൻ കുടിക്കണ കഞ്ഞില്ല. എന്റെ ദൈവമേ, ഇന്ന് ഒരു ഗാനമേള കിട്ടിയിട്ടുണ്ട്. എന്തായി തീരുവോ? ആശാനാണ് അവിടെ ഫുഡും കഴിച്ചോണ്ടിരിക്കുക. ഞാൻ സാധകം ചെയ്ത് റെഡിയാക്കിയേക്കാം. സാരി, ഓഫ് എൻ്റെ അമ്മ, എനിക്ക് തന്നെ കുളിച്ച് വരുന്നു. ഓ ശരിയാതില്ല. കായ്ക്ക കായ്ക്കങ്ങ പൈപ്പ പൈപ്പമ്മ കായ്ക്ക കായ്ക്കങ്ങ. നല്ലല്ലേ പൈപ്പ പൈപ്പമ്മ. നീ എന്താ കിടന്ന് കാണിക്കാൻ? അല്ല ഞാനൊരു സാധനം ചെയ്താണ്. സാധനം ചെയ്ത അല്ല സാധകം. എടാ വൃത്തികെട്ടവനെ, സാധകം ചെയ്യരുത്. അതെന്താ? ചെയ്താ മരിച്ചു പോകും. അയ്യോ, എന്റെ അച്ഛൻ മരിച്ചു പോയത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ മരിച്ചേ? സിനിമാ താരം മോഹൻലാൽ കാരണം എന്റെ അച്ഛൻ മരിച്ചു പോയത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. ആ. അതെങ്ങനെയാ മരിച്ചേ? എടാ എന്റെ അച്ഛൻ കർണാടക സംഗീത പാഠം തലക്ക് പിടിച്ച് തലക്ക് ഭ്രാന്തായിട്ട് തെക്ക് വടക്ക് ഓടി നടക്കുന്ന സമയം. ഈ സമയത്താണ് മോഹൻലാൽ 6-ാം തമ്പുരാൻ സിനിമ അഭിനയിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു ഡയലോഗ് പറയണല്ലേ, എന്തേ? സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ പടയിൽ പോകണം. അയ്യോ അയ്യോ. ഇത് കേട്ട വഴി എന്റെ അച്ഛൻ എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. നേരെ സിംഹത്തിന്റെ മടിയിൽ പോയിരുന്നു. മടിയിലല്ലോ, മടയിലല്ലേ പോയി. മടയിലാ പോണ്ട, അച്ഛൻ കയറി മടിയിലായിരുന്നു. എന്നിട്ട് സിംഹം പൊറോട്ട കീറുമ്പോൾ 5-6 കീറും. അയ്യോ പാവം. അവിടെ നിന്ന് എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. ഓട്ടോടി. നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന്. ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോ ഗുരു ഒറ്റ ചോദ്യം, എന്തേ? എടവേ ദക്ഷിണ വല്ല ഇരിപ്പുണ്ടോ? എന്റെ അച്ഛനല്ലേ, 5 പൈസ ഉണ്ടാവില്ല. എവിടെ? അവസാനം ഗുരുവിന് കേസ് കേട്ട ഗുരു തമിഴിൽ ഒരൊറ്റ ഡയലോഗാ, എന്തേ? जो कभी खत्म हो जाती है हाय हो हम है हर हम മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായി. എടാ സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് സാധകം ചെയ്യണു. ഓ അങ്ങനെ. എവിടെ ഗോളിയാറില് അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? എവിടെ? പുഴയിൽ വെള്ളമുണ്ടോ? ഇല്ലെന്ന്. കിണറ്റില് വെള്ളമുണ്ടോ? പൈപ്പിൽ വെള്ളമുണ്ടോ? ഇല്ലെന്ന് കണ്ണില് വെള്ളമുണ്ടോ? ഇല്ലെന്ന് പറയാം. അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടും. ഒരു ബക്കറ്റ് വെള്ളം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കഴുത്തോളം മുങ്ങിക്കണം? എങ്ങനെ നിൽക്കും? എന്റെ അച്ഛൻ എന്റെ കൈ ബുദ്ധിയുള്ളവരാ. അച്ഛൻ എന്ത് ചെയ്ത് എന്ത് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ തല അങ്ങോട്ട് കുത്തി കാലും പൊക്കി 1 മണിക്കൂർ അങ്ങോട്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോ സാധനം ചെയ്യാൻ നിന്ന് അച്ഛൻ സാധനം കാലിയായി പോയി. മോഹൻലാൽ എന്റെ കൈ കിട്ടും, അപ്പൊ ശരിയാക്കാം. ആശാനെ, ഇവിടെ ഗാനമേള തുടങ്ങണമെന്ന് പറഞ്ഞ ഭാരവാഹികൾ ഭയങ്കര വിഷയമാണ്. കമ്മറ്റിക്കാരി പിന്നെ കമ്മിറ്റിക്കാർ ഭയങ്കര സാരില്ല, വിഷയമാണ്. നമുക്ക് അതിനൊരു സൗണ്ട് ഒക്കെ ഒന്ന് ടെസ്റ്റ് പിന്നെ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ആ പേടിച്ചു പോയി. ആ. അല്ല ഇതെന്തോ സംഭവം? എനിക്കറിയാൻ പാടില്ല, നമുക്ക് വേറെ തുടങ്ങാം. സാ. സാ. ഈ സാ എന്ന് പറയുമ്പോ ഒരു അല്പം താഴണം, അതാണ് വേണ്ടത്. ഇങ്ങനെ സാ. ആ താഴ ഒന്നടി. സാ. സാ. പോരാ പോരാ, ഇച്ചിരി കൂടെ താഴണം. സാ. സാ. പോരാ പോരാ, താഴണം താഴണം. സാ. സാ. പോരാ, ഇച്ചിരി കൂടെ താഴണം. സാ. പോയാ. ഇനി താഴെങ്കിൽ പിക്കാസിട്ട് കുഴിക്കണം. എന്റെ ദൈവമേ, ആശാനെ കാണാനാണ് രണ്ടുപേരുന്നുണ്ട്. പരിപാടി ബുക്ക് ചെയ്യാൻ പരിപാടി ബുക്ക് ചെയ്യാൻ വരുമ്പോ വല്ല മണ്ടത്തിലൊന്നും വിളമ്പേക്കരുത്. ഓക്കെ, ശരി 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 ഇരി 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 ഇരി. അതിവിടെ പറഞ്ഞതാ. ആണോ? ആശാനെ നമസ്കാരം. നമസ്കാരം. ഞാൻ ആശാന്റെ ഒരു പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ആശാന്റെ വീട്ടിൽ വീട്ടിൽ ചെന്ന് അപ്പോൾ ഭാര്യയാണ് പറഞ്ഞത് ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇവിടെ വന്ന ആശാനെ കാണാൻ. എടാ ഇങ്ങോട്ട് പോകാൻ പോരല്ല, എന്റെ ഗാനമേള കേൾക്കാനല്ലേ ഈ ജനങ്ങൾ മൊത്തം തടിച്ചു കൂടിയിരിക്കണത്. ആശാന് പരിപാടി ഗാനമേള പരിപാടിയൊക്കെ തുടങ്ങിയല്ലേ? എടാ അടിപൊളി ഗാനമേള. എന്റെ ഗാനമേളയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാൻ പാടും, ഇവൻ ആടും. അതെ, അതാണ് ഞങ്ങളുടെ ഗാനമേള. അല്ല ആശാൻ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോന്നോ? എന്ത് വേണം? എന്ത് ചോദ്യാണ്. എടാ ഇന്നലെ 2 പരിപാടിയായിരുന്നു. ആദ്യത്തെ പരിപാടി കമ്മിറ്റിക്കാർ തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്കാ. തുടങ്ങിയപ്പോ 10 ആയി, 11 ആയി, 12 ആയി. എന്തിനു പറയണ, അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രം.
വേണ്ട. ആശാന്റെ ശിഷ്യനല്ലേ? എന്റെ ശിഷ്യൻ തന്നെയാണ്. ഈ രണ്ടാമത്തെ പരിപാടിയോ? രണ്ടാമത്തെ പരിപാടി തീർന്നപ്പോഴേക്കും കോഴി കൂവി. കോഴിക്കും വിവരം വെച്ച് തുടങ്ങിയല്ലോ. വേണ്ട. അല്ല നിങ്ങൾ ഗാനമേള നടത്തണ എന്റെ പറഞ്ഞ അമ്മച്ചേടെ സത്യത്തിൽ ഞങ്ങൾ അടിപൊളി ഗാനമേളയാണ്. അല്ല ആശാന്റെ പരിപാടിക്ക് കയ്യടി കിട്ടാറുണ്ടോ? കയ്യടി കിട്ടാറുണ്ടോ? എടാ എന്റെ ഗാനമേള തുടങ്ങി ആദ്യത്തെ 3-4 മിനിറ്റ് കയ്യടിയാ. പിന്നെ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ എന്തൊക്കെ കൊണ്ടാ അടിക്കണേന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോഴേക്കും ബോധം പോകും. വേണ്ട. അല്ല ഇത് ആശാന്റെ ശിഷ്യൻ തന്നെയാണല്ലോ അല്ലേ? എന്റെ ശിഷ്യൻ തന്നെയാണ്. അല്ല ആശാനെ വേറെ കാര്യം. അല്ല അതങ്ങോട്ടെങ്കിലും പോട്ടെ, നമുക്ക് കാര്യങ്ങൾ നീ ചോദിച്ചോ. ആശാൻ ഏറ്റവും കൂടുതൽ പരിപാടി ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വരുന്നേ. എന്താ ഈ പ്ലാസ്റ്റിക്കിന്റെ ഡോറ്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടച്ചുപൂട്ടിയ അടച്ചുപൂട്ടി. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പരിപാടി. മൈതാനത്തുള്ളവര്. എനിക്ക് കൂടുതലും ഗാനമേള ഔട്ട്ഡോർ ആണ്, പുറത്താണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. പരിപാടി തീരുമ്പോഴേക്കും ഇൻഡോർ ആയി പോകും. ഈ കമ്മിറ്റിക്കാര് പിടിച്ച് പൂട്ടിയിടുക, അതാണ് സംഭവം. വേണ്ട. പോവാന്ന് പറഞ്ഞു പറയത്തില്ല. അല്ല ആശാനെ, ആശാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര പരിപാടി എടുക്കും? ഈ ആഴ്ചയിൽ ഞാൻ ഇന്നൊരു പരിപാടി പിടിച്ചാൽ ഈ ആഴ്ചയിൽ ബാക്കി 6 ദിവസം ഞാൻ പരിപാടി പിടിക്കൂല. എന്താ? ബാക്കി 6 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലായിരിക്കത്തില്ലേ? അല്ല ഇത് ആശാന്റെ ശിഷ്യൻ തന്നെ അല്ലേ? എന്റെ ശിഷ്യൻ തന്നെയാണ്. നിങ്ങൾ പരിപാടിക്കാർ തന്നെയല്ലേ? അല്ല ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. നീ ചോദിച്ചോ. ആശാനെ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാലേ നല്ല അടിപൊളി പിള്ളേരാ. ബാക്കിലിരിക്കുമ്പോൾ അടിപൊളി. അതാണ് നമ്മുടെ ഓഡിയൻസ്. നമുക്ക് നല്ല അടിപൊളി മലയാളം പാട്ട് വേണം. പാടാലോ? ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ ഇതെന്താ കേക്കണത്? പാട്ട് വെറുതെ ട്യൂൺ തെറ്റിച്ച് പാടരുത്. ഇങ്ങനെയൊക്കെയാണ് അമ്പലത്തിൽ ചെന്ന് പാടാൻ പോണേ. എടാ പാടുമ്പോ ഒരു ഭക്തി വേണം. ലജ്ജാവതി എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോ ഒരു ഭക്തി വേണം. അതുപോലെ ജനം തുള്ളണം. ഞാൻ പാടുന്ന കേട്ടില്ല? ഇല്ലല്ലോ. എന്നാ പിടിച്ചോ. ഓം വാച വചാന വചാന മേരെ തപ്പു തപ്പു മേരെ ടിപ്പ് ടിപ്പ് മേരെ എവറി ടൈം ഐ വാണ്ട് ടു സീ മൈ ഗേൾ സർവയ്യപ്പോ ലജ്ജാവതിയേ നിന്റെ കള്ളക്കണ്ട കണ്ണിൽ തഴമ്പൂവോ താമരത്താരോ താമേ ലജ്ജാവതിയേ നിന്റെ കള്ളക്കണ്ട കണ്ണിൽ തഴമ്പൂവോ താമരത്താരോ ലജ്ജാവതിയേ നിന്റെ കള്ളക്കണ്ട കണ്ണിൽ നല്ലല്ലേ? അല്ല ഇത് നിങ്ങൾ ഗാനമേളക്കാർ തന്നെ അല്ലേ? എന്റെ അമ്മച്ചേനെ സത്യത്തിൽ ഇതാണ് ഗാനം. ബാക്കിയുള്ള തുള്ളി ചത്തന. ആരണ്ട് ഈണം തെറ്റിച്ചൊക്കെ പാടിന്നൊക്കെ കേൾക്കണ്ടേ? എനിക്കറിയാൻ പാടില്ല. അല്ല ആശാന സത്യത്തിൽ ഈ സംഗീതം എന്താണെന്ന് അറിയാമോ? സംഗീതം എന്താന്ന് അറിയാമോ? എടാ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ല ഞാനും ചോദിച്ചത് എന്താണ് അല്ല എന്താ സംഭവം അറിയാൻ പാടില്ല. എടാ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെങ്ങാണ്. അതെ, ഈ സംഗീതമാകുന്ന തെങ്ങിലേക്ക് രാഗമാകുന്ന തളപ്പിട്ട് നമ്മളിങ്ങനെ കേറിപ്പോണം. എന്നിട്ട് മോളിൽ ചെന്നിട്ട് സ്വരമാകുന്ന തേങ്ങയും താളമാകുന്ന കുടുംബ കോഞ്ഞാട്ടം പറിച്ച് താഴേക്ക് എന്നിട്ട് 2 തേങ്ങ എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. അത് ശരി. അപ്പൊ തെങ്ങേറ്റമാണ് പണി അല്ലേ? പണി അവർക്ക് മനസ്സിലായല്ലേ? ആശാനെ ഈ തെങ്ങി കേറാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്? തെങ്ങി കയറാൻ ഒരു ബുദ്ധിമുട്ടില്ല. തെങ്ങിന് വീണ് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടില്ല. വേറൊരു കുഴപ്പമില്ല. അല്ല ആശാന ഞാൻ വേറെ കാര്യം ചോദിച്ചോളൂ. ചോദിച്ചോ. അതായത് ഇപ്പൊ ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞ കണ്ണംകുളങ്ങര അമ്പലം. കണ്ണംകുളങ്ങര ആശാന ഈ അമ്പലത്തിലേക്കുള്ള വഴി അറിയാവോ? കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ വരാനുള്ള വഴി അറിയാമോ? ഞാൻ പറയട്ടെ. സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കടന്നിട്ട് റബ്ബർ തോട്ടത്തിൽ 100 ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചാണകുഴി കയറാൻ അപ്പുറത്തെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ കയറിട്ട് പൈപ്പ് വഴി ഊർന്നിട്ട് പട്ടി കടിക്കാണ്ട് വേലി ചാടിയിട്ട് 100 ഓടണ ആ വഴിയല്ലേ? എന്റെ പൊന്നു ദൈവമേ, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരാൾക്ക് ഈ വഴി ഇത്ര കൃത്യമായിട്ട് അറിയില്ല. ആശാൻ എങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു? ഒരു 4 വർഷം മുമ്പ് ഒരു പരിപാടി പൊട്ടി പാളിച്ചിട്ട് ഞങ്ങൾ അതുവഴിയല്ലേ ഓടി രക്ഷപ്പെട്ടത്. അല്ല നിങ്ങൾ ശിഷ്യൻ തന്നെയാണല്ലോ അല്ലേ? അത് എന്നെ വലിക്കല്ലേ? ശിഷ്യൻ തന്നെയല്ലേ? ഗാനമേളക്കാർ തന്നെയാണല്ലോ. എന്റെ അമ്മച്ചാന്റെ സത്യത്തിൽ ഞങ്ങൾ തന്നെയാണ്. അല്ല ആശാൻ ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ നിങ്ങളുടെ പരിപാടി ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആശാനും സംഘവും അങ്ങോട്ട് എങ്ങനെ വരും? പരിപാടി നിങ്ങൾ ബുക്ക് ചെയ്താ ഞങ്ങൾ 2 കൂടി ഒരു കാറിന് അങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ടോ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്താൽ അല്ല ആശാന നമ്മുടെ ഓഡിയൻസ് പറഞ്ഞ പ്രായമുള്ള ആളുകളുണ്ട്, വയസ്സായ കുറെ ആളുകളുണ്ട്, കാരണവന്മാര്. അവർക്ക് പറ്റിയ പഴയ പാട്ടുകൾ സംഗീതമേ ജീവിതം മധുര സംഗീതം ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ വയസ്സായ ആളുകൾ അവിടെ ഇരുന്ന് മരിച്ചു.
ആശാൻ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം തിരുവല്ല ഒരു ദേവീക്ഷേത്രം ഞാൻ ഗാനമേള നടത്തുക. ഫസ്റ്റ് പാട്ട് എന്റെയാ. ഞാൻ അങ്ങോട്ട് പാടി തീർന്നില്ല, അപ്പോഴേക്കും ഒരു 10-25 കമ്മിറ്റിക്കാർ ഓടി സ്റ്റേജിട്ട് കയറി വന്നിട്ട് എന്നെ എടുത്ത് അങ്ങോട്ട് പൊക്കി. ആരാധന കൊണ്ട് എന്നാ ഞാൻ കരുതിയത്. അവര് സ്റ്റേജിൽ നിന്ന് എന്നെ എടുത്തോണ്ട് ഓഹോയ് 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 എന്ന് പറഞ്ഞ് നേരെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി അങ്ങോട്ട് നിർത്തി. അവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ദേവിയാണ്. ഓ, അപ്പൊ ഇവരെല്ലാവരും കൂടി ആ ദേവിയുടെ അനുഗ്രഹം മേടിച്ച് ആശാന് തരാൻ വേണ്ടിയായിരിക്കും. അവിടെ നിർത്തി സത്യം ചെയ്യിച്ചു. എന്ത് സത്യം? മേലാൽ ഈ വക പരിപാടിയായിട്ട് നടക്കില്ല എന്നും ഇനി ഈ പ്രദേശങ്ങളിലെങ്ങും വരില്ല എന്നും പറഞ്ഞ് സത്യം ജയിച്ച് 125 ഏത്ത ഇടിച്ചു. 125 150 150 ഏത്തേട്ടെ തിരുവനന്തപുരം ക്ഷേത്രത്തിലെ മോനെ. അവിടെ പോലീസുകാർ പള്ളക്കൂട്ടല്ലേ. അപ്പൊ എന്നെ 7 ക്ഷേത്രത്തിലെ മണ്ണി കുഴിച്ചിട്ടത്. മറന്നു. ആശാന് നമ്മൾ അടിപൊളി പിള്ളേരുണ്ട്, ചെറുപ്പക്കാർ. അവർക്ക് പറ്റിയ തമിഴ് പാട്ട് വേണം. പാടാലോ? സരക്ക് വച്ചിരിക്കേ ഇറക്കി വച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട് മറന്ന് വച്ചിരിക്കേ. ഇങ്ങനെയാണ് പാടുന്നത്. എടാ പാടുമ്പോ തീളം തെറ്റിച്ച് പാടരുത്. പാടി ജനം തുള്ളണം, അതാണ് ഗാനമേള. ഞാൻ പാടുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിടിച്ചോ. അരക്ക് വെച്ചിരിക്കേ ഇറക്കി വെച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട് കറുത്ത കോഴി മുളക് പോട്ട് പുറത്ത് വെച്ചിരിക്കേ സരക്ക് വെച്ചിരിക്കേ ഇറക്കി വെച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട്. എന്താ ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ട, ഞാൻ പോവാ. അങ്ങനെ പോകാം. ഗാനമേളയാണ്. ഇതിന്റെ എന്താ പരിപാടി? ഇത് ഗാനമേളയാ? മകരവിളക്കിന്റെ അന്ന് മകരവിളക്കിന്റെ അന്ന് ഫോട്ടോ ഫോട്ടോ വെച്ചിട്ട് പന്തലൊക്കെ ഇട്ടിട്ട് ഈ ചെറിയ ജാസൊക്കെ വെച്ച് ജാസല്ലടാ വിവരമില്ലാത്തവൻ, അതിന്റെ പേര് ഉടുക്കുന്നടാ. ജാസിന്റെ പേര് മാറ്റില്ലേ. ഒന്നോളെ ഞാൻ ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ട, ഞാൻ പോവാ. അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് പോവാ. അഡ്വാൻസ് തരാണ്ട് ഞാൻ വിടൂല. ആ എടോ, പരിപാടി ഞങ്ങൾക്ക് വേണ്ടെന്ന് പിന്നെ എന്തിനാണ് അഡ്വാൻസ്? പരിപാടി വേണമെങ്കിലും വേണ്ടെങ്കിലും അഡ്വാൻസ് തരാതെ ഞാൻ വിടൂല. ഞാൻ അഡ്വാൻസ് എന്ന വിഷയമില്ല, എനിക്ക് പരിപാടി വേണ്ട. ഞാൻ അഡ്വാൻസ് മേടിച്ചിരിക്കും. മേടിക്കോ? എടാ എന്റെ അച്ഛനും അപ്പൂപ്പന്മാരായിട്ട് ഇവിടെ ആര് വന്നിട്ടുണ്ട് അവരെ അഡ്വാൻസ് മേടിച്ച് ചരിത്രമുള്ളൂ. ഉറപ്പാണ്? ഉറപ്പ്. അഡ്വാൻസ് അഡ്വാൻസ് ഞാൻ മേടിച്ചിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ പിടിച്ചോ. അതാ നിർത്തി അവൻ നിർത്തി. സന്തോഷമായി. ഞാൻ നിന്നോട് അഡ്വാൻസ് ചോദിച്ചു, നീ എനിക്ക് ഫുൾ പേയ്മെന്റും തന്നു. ധൈര്യമായിട്ട് പോയിക്കോ. നിർത്തി. Thank you.